ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വാട്സപ്പിൽ കണ്ടൊരു വീഡിയോ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ആ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, യോമാൻ ചിപ്സും അതുപോലെ തന്നെ ലബനപ്പം കൂടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ലബനപ്പം അതുപോലെ തന്നെ ഒമാൻ ചിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൾഫിലുള്ളവർ ഇത് രണ്ടും ടേസ്റ്റ് നോക്കിയിട്ടുണ്ടാവും. വളരെ കുറച്ച് പേര് മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാത്തവരുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയാൽ നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്കായി കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കുലുക്കിയതിന് ശേഷം ആ പാക്കറ്റ് തുറക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ചെയ്യാം. പക്ഷെ ഞാനിതിവിടെ ഈ പാക്കറ്റിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പാക്കറ്റ് ഫുള്ളായിട്ട് ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ചത് അതുപോലെ തന്നെ പുതിനയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും ഓപ്ഷണലാണ്, കാരണം ഇത് രണ്ടും ചേർക്കാതെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഞ്ചി ചേർക്കാതെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇഞ്ചി ചേർത്തതാണ് ഒന്നും കൂടി എനിക്ക് ടേസ്റ്റായി തോന്നിയത്. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കണം, കാരണം ഇനി നമ്മളിത് അരിച്ചിട്ടൊന്നും എടുക്കുന്നില്ല, അങ്ങനെ തന്നെ കുടിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് നല്ല പേസ്റ്റാക്കി എടുക്കണം. അതുപോലെ തന്നെ പുതിനയുടെ ഇല നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ഓൾറെഡി ഉപ്പിട്ടിട്ട് വരുന്ന ലബനപ്പാണ്, അതുകൊണ്ട് ഞാനിതിൽ ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ വേണമെന്നുള്ളവർ മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചിപ്സ് പൊടിച്ചിട്ട് കൊടുക്കാം. നല്ല പൗഡർ പോലെ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചെറിയൊരു കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഓൾറെഡി ചിപ്സിന് ചെറിയ എരിവ് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുടിക്കാം. ഇത് ഉണ്ടാക്കിയ പാടെ തന്നെ കുടിക്കാൻ നല്ലത്, കാരണം കുറേ സമയം ചിപ്സ് അതിൽ തന്നെ ഇട്ട് വെച്ചാൽ കുതിർന്ന് പോകും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു നല്ലൊരു ക്രിസ്പി കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റുള്ളൂ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക്